സംസ്ഥാനത്ത് അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ആരോഗ്യവകുപ്പിലാണ്. 373 ജീവനക്കാരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവരുണ്ട്. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശയോടെ തിരികെ പിടിക്കുന്നതിനോടൊപ്പം വകുപ്പ് തല നടപടിയുമുണ്ടാകും. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ട് ടൈം സ്വീപ്പർമാരായി ഇവരെ പിരിച്ചുവിടണമെന്നാണ് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറിയുടെ നിർദ്ദേശം. 1458 സർക്കാർ ജീവനക്കാർ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഇവരുടെ പട്ടിക അതാത് വകുപ്പുകൾക്ക് കൈമാറി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അനർഹരായവർക്ക് കയറിക്കൂടാൻ അവസരമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്കാണ് നീക്കം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.